പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BLOമാരുടെ യാതനകൾ ഒന്നൊഴിയാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ. പലരുടെയും ശബ്ദരേഖകൾ നമ്മൾ നൽകി, പലരുടെയും നേരിട്ടുള്ള അഭിമുഖങ്ങൾ നമ്മൾ നൽകി. അവരനുഭവിക്കുന്ന കടുത്ത ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ഇരട്ടിപ്പണിയും മുപ്പണിയും ഒക്കെ ചെയ്യുന്ന BLOമാരുണ്ട്. ജോലിഭാരം ഒഴിയുന്നില്ല BLOമാർക്ക്. പയ്യന്നൂരിലെ BLO അനീഷിന്റെ ആത്മഹത്യക്ക് പിന്നാലെ സർവീസ് സംഘടനകൾ പ്രതിഷേധിക്കുമ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഫോം വിതരണവും തിരിച്ചുവാങ്ങലും പ്രതിസന്ധിയിലാണെന്ന് BLOമാർ പറയുന്നു. 70% വിതരണം പൂർത്തിയാക്കാനായിട്ടില്ല ഈ സമയത്തും. അതേസമയം അനീഷിന്റെ ആത്മഹത്യക്ക് കാരണം CPM ഭീഷണി എന്ന ആരോപണം ശക്തമാക്കുന്നുണ്ട് മറുഭാഗത്ത് കോൺഗ്രസ്. ജോലി സമ്മർദ്ദമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. റോഷിപാലും അഭിജിത്ത് മുഴക്കുന്നുമാണ് രാവിലെ നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഞാൻ റോഷിപാലിലേക്ക് പോകുന്നു. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. അഭിജിത്ത് മുഴക്കുൻ. റോഷി, BLOമാരുടെ പരാതി അത് ശരിക്കും സത്യമാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ശബ്ദരേഖകളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഫോം വിതരണം പൂർത്തിയാക്കാനുള്ള ഡെഡ്ലൈൻ അവസാനിച്ചു. ഇനി കുറച്ച് സമയം കൊണ്ട് നീട്ടിക്കൊടുത്താൽ പോലും അത് വിതരണമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതെല്ലാം ശേഖരിച്ചു കൊണ്ടുവരണം, അതിനകത്ത് തെറ്റുകൾ തിരുത്തണം, എന്നിട്ട് കയ്യിലുള്ള ആപ്പിനകത്തത് ഡിജിറ്റലൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇതിനൊക്കെ പരമാവധി 24-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുള്ളൂ. പല BLOമാരും നെട്ടോട്ടത്തിലാണ്, രാത്രി പകലാക്കി പണിയെടുക്കുകയാണ്. പരാതികൾ അവസാനിക്കുന്നില്ലല്ലോ റോഷി. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും വഴങ്ങുന്നുമില്ല. ഇതെങ്ങനെ പോകും റോഷി? ഇത് കൃത്യസമയത്തൊക്കെ പൂർത്തിയാക്കാൻ പറ്റുമോ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. BLOമാർ ഉയർത്തിയ പരാതി അത് യഥാർത്ഥമാണെന്ന് ഈ ശബ്ദ സംഭാഷണത്തിലൂടെ അവരുടെ വെളിപ്പെടുത്തലിലൂടെ ബോധ്യമായതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവർക്ക് അനുവദിച്ച സമയം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം മറ്റ് ചുമതലകളൊന്നും അവർക്ക് നൽകുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി സഹായം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കൃത്യമായി SIR നടപ്പിലാക്കുമെന്ന് തന്നെയാണ്. ഏതായാലും സമയം നീട്ടി നൽകാനുള്ള ആലോചന ഇല്ല. ഇക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കണ്ണൂരിൽ BLO അനീഷ് ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ച ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നേരിട്ട് കമ്മീഷണർക്ക് കൈമാറിയത്. കമ്മീഷണർ ഏതെങ്കിലും തരത്തിൽ സമയം നീട്ടി നൽകിയാൽ ആ തീരുമാനത്തിനെ അടിസ്ഥാനമാക്കി ഇവിടെ സമയം നീട്ടി നൽകുക എന്നല്ലാതെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസറായ രത്തൻ കേൽക്കർക്ക് സമയം നീട്ടി നൽകാൻ അവകാശവും അധികാരവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. ഏതായാലും BLOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ അവർ ആരോപണങ്ങളുമായി വരുന്നുണ്ട്. കാരണം പല BLOമാരെയും സൂപ്പർവൈസർമാരായ വില്ലേജ് ഓഫീസർമാരോ ഡെപ്യൂട്ടി തഹസിൽദാർമാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. പലയിടങ്ങളിലും വോട്ടർമാരെ കണ്ടെത്താൻ കഴിയുന്നില്ല. പല വീടുകളും അടച്ചിട്ടിരിക്കുന്നു. അവിടെയൊക്കെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും SIR പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം. ഇന്നലെ രാത്രി വരെ 95%-ലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ്. ഡിസംബർ 4 വരെയാണ് SIRന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയം. ഏതാണ്ട് ഒരു മാസമാണ് സമയം അനുവദിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 10 ദിവസത്തിനകം തന്നെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യണമെന്ന കടുത്ത സമ്മർദ്ദം വന്നതാണ് ഈ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കിയത്. ഏതായാലും കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 പ്രസിദ്ധീകരിക്കണമെന്ന കർശന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ട്. ആ സമയത്തിനകം ഈ വിതരണം ചെയ്ത ഫോമുകൾ ഉൾപ്പെടെ അത് ശേഖരിച്ച് ഈ ആപ്പിൽ അത് മുഴുവൻ അപ്ഡേറ്റ് ചെയ്യണം. അത് കടുത്ത ജോലിയായാണ് BLOമാർ പരാതിപ്പെടുന്നത്. ഏതായാലും സമയം നീട്ടി നൽകുമോ എന്നത് കാത്തിരുന്ന് കാണണം. ശനിയാഴ്ച ഇതിന്റെ അവലോകന യോഗമുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ SIRമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ അനീഷിന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയം ഗൗരവത്തോടെ അവിടെ അവതരിപ്പിക്കും. ഒരുപക്ഷെ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അരുൺ.